എന്തായിരുന്നു ട്രംപിന്റെ വകയായിട്ട് അസീം മുനീറിനെ ക്ഷണിക്കുന്നു, ഉച്ചയൂണ് ട്രംപിന്റെ വക. ഇന്ത്യക്കൊരു പണി കൊടുക്കാനാണ് ട്രംപ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഉത്തര കൊറിയയുമായി ചേർന്ന് നരേന്ദ്രമോദി അതിലും വേഗത്തിൽ ഒരു അടാറ് പണി തിരിച്ചും കൊടുത്തു. പാകിസ്ഥാനോടുള്ള പ്രേമം മൂത്തതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഇറാനെ അടിക്കാൻ പാകിസ്ഥാൻ വിമാനത്താവളങ്ങൾ അനിവാര്യമായിരുന്നു ട്രംപിന്. അതിനുവേണ്ടി ഒരു വെള്ളപൂച്ചലായിരുന്നു. ഈ പൊട്ടം പോയി കയറി കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയാണെങ്കിൽ ഒരു രൂപത്തിലും അടുക്കുന്നില്ല. അപ്പോ പിന്നെ അസീം മുനീറിന്റെ ഉച്ചയൂണ് മാത്രമാണ് തത്വം, തന്ത്രം. അത് കൃത്യമായിട്ട് പൊങ്ങച്ചക്കാരൻ എടുത്തങ്ങട് അടിച്ചു. ഇപ്പൊ കേരളം മാത്രമല്ല, ലോക രാജ്യങ്ങൾ മുഴുവനും ഈ യുദ്ധത്തെ ഒരു 2020 മാച്ച് പോലെ കണ്ട് ഗ്യാലറിയിൽ ഇരുന്നിട്ട് കമന്റ്സ് പറയുന്ന തിരക്കിലാണ്. ഇസ്രായേൽ ആണവായുധം പ്രയോഗിച്ചാൽ അതിനു മറുപടി പാകിസ്ഥാനെ കൊണ്ട് നൽകിക്കുന്നതിനു വേണ്ടി നമ്മുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ള ഇറാന്റെ പ്രസ്താവന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തള്ളിയിട്ടുണ്ട്. അത് വേറെ കാരണം, ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല പാകിസ്ഥാൻ അത് പറഞ്ഞത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖ്വാജ ആസിഫ്. തങ്ങൾ അത്തരത്തിലൊരു ഉറപ്പും ആർക്കും നൽകിയിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് എക്സിലൂടെ രംഗത്ത് വന്നത്. അതോടുകൂടി ഇറാന് വീണ്ടും തലവേദനയായി. കാരണം ഒരു ജെന്യൂനിറ്റി ഇല്ലാതെയായല്ലോ. ഞങ്ങളുടെ ആണവ ശക്തി ഞങ്ങളുടെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞതോടുകൂടി അവര് പെട്ടു. ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ അയൽ രാജ്യങ്ങൾക്കെതിരെ അത്തരം ആധിപത്യ നയങ്ങൾ സ്വീകരിക്കില്ല എന്നുകൂടി ആസിഫ് പറഞ്ഞതോടുകൂടി ഇറാൻ ഏതാണ്ട് കാര്യം മനസ്സിലായി. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്കിലെ ചൈന പരസ്യമായി കടിക്കുമെങ്കിലും ചതിക്കുമെങ്കിലും പാകിസ്ഥാൻ പ്രത്യക്ഷമായും പരോക്ഷമായും അത് ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് പ്രതികരിക്കാൻ വൈകി എന്നാരോപിച്ച് നടൻ അമീർ ഖാനെതിരെ സൈബർ ആക്രമണം ശക്തമായപ്പോൾ അദ്ദേഹവും രംഗത്ത് വന്നു. തുർക്കി ഭരണാധികാരികളുമായിട്ടുള്ള അമീർ ഖാന്റെ പഴയകാല ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയ ഇന്ന് കുത്തിപ്പോക്കുന്നത്. പുറത്തിറങ്ങാനിരിക്കുന്ന സിതാരെ സമീൻ പർ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി നൽകുകയും തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അമീർ ഖാൻ. ഭീകരാക്രമണം ക്രൂരമായിരുന്നു. നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ചു കയറി സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത തീവ്രവാദികളുടെ ഭീരുത്വമാണിത് കാണിക്കുന്നത് എന്ന് അമീർ ഖാൻ തുറന്നു പറഞ്ഞു. അവർ ആളുകളുടെ മതം ചോദിച്ച് വെടിയുതിർത്തു. അതിന്റെ അർത്ഥം എന്താണ്? ഒരു മതവും ആളുകളെ കൊല്ലാൻ ആവശ്യപ്പെടുന്നില്ല. ഇസ്ലാം ഒഴികെ എന്നുകൂടി അദ്ദേഹം പറയണമായിരുന്നു, പറഞ്ഞില്ല. ഈ തീവ്രവാദികളെ മുസ്ലിങ്ങളായി കണക്കാക്കുന്നില്ല. എന്ത് ചെയ്യാം, തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണല്ലോ. നിരപരാധികളായ ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല എന്നും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുതെന്നും ഇസ്ലാമിൽ ഉണ്ടെന്ന്. ആ ഇസ്ലാമിൽ ആക്രമിക്കാനാണുള്ളത് ഇദ്ദേഹത്തോട് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? എന്തായിരുന്നാലും വൈകിയാണെങ്കിലും അദ്ദേഹം അത് പറഞ്ഞു. 2017 2020 തുർക്കി ഭരണാധികാരിയായ എർദോഗാനും ഭാര്യയുമായി നടത്തിയ കൂടിക്കാഴ്ചകളെ കുറിച്ച് അമീർ ഖാൻ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. അന്ന് പ്രസിഡന്റ് എർദോഗാനെ കണ്ടപ്പോൾ 7 വർഷങ്ങൾക്കിപ്പുറം അവർ ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ പിന്തുണയ്ക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാനെ സഹായിച്ച് തുർക്കി ചെയ്തത് വലിയ തെറ്റാണ്. അവരുടെ ചെയ്തിയിൽ ഓരോ ഇന്ത്യക്കാരനും വേദനയുണ്ട് എന്ന് അമീർ ഖാൻ ഏറ്റെടുത്തത് കൊണ്ട് സമാധാനം. 2023 ഭൂകമ്പമുണ്ടായ സമയത്ത് തുർക്കിക്ക് ആദ്യ സഹായം നൽകിയത് ഇന്ത്യയാണ്. സിതാരെ സമീർ പർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വളരെ നേരത്തെ തന്നെ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം കാരണം ഞാനത് റദ്ദാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോ വളരെ വൈകിയ വേളയിൽ അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണം ശരിയല്ലായിരുന്നു, തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ച് ഇന്ത്യക്കെതിരെ രംഗത്തിറക്കിയത് ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞു വന്നു. പക്ഷെ എന്താണ് പാകിസ്ഥാൻ പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? പാകിസ്ഥാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇളക്കമാണ്. ചില ആളുകളില്ലേ, എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തുക എന്ന് നമ്മൾ പറയും. അതുപോലെ
പാകിസ്ഥാൻ ഇന്ത്യയെ ഒന്നുകൂടി ഒന്ന് ചൊറിയണം എന്നൊരാഗ്രഹമുണ്ട്. പുതിയ ഒരു ആഹ്വാനവുമായി കാക്കാമാര് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ കരഞ്ഞ് കാല് പിടിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനെ വെറുതെ വിട്ടത്. പക്ഷേ അതിപ്പോൾ അബദ്ധമായിരുന്നു എന്ന് തോന്നുകയാണ്. ഇന്ത്യക്ക് നേരെ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് വിളികളുമായി നമ്മുടെ കാക്കാമാരെത്തിയിട്ടുണ്ട്. കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യക്ക് സമാധാനം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിന് ഇന്ത്യയോട് പ്രതികാരം ചെയ്യുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. മാത്രമല്ല, വെള്ളം കിട്ടിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള ജലവിഹിതം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. പാർലമെന്റിൽ സംസാരിച്ച അദ്ദേഹം ഇന്ത്യയുടെ നീക്കത്തെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കരാർ നിയമവിരുദ്ധമായി നിർത്തിവെച്ചതിന് പ്രതികാരം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. ഇന്ത്യ വെള്ളം നിഷേധിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയാൽ നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് ബിലാവൽ വ്യക്തമാക്കി. ഇന്ത്യക്ക് 2 വഴികളുണ്ട്: നീതിപൂർവ്വം വെള്ളം പങ്കിടുക, അല്ലെങ്കിൽ 6 നദികളിൽ നിന്നും ഞങ്ങൾക്ക് വെള്ളം നൽകുക. സിന്ധു നദീതടത്തിലെ 6 നദികളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. സിന്ധു ജല ഉടമ്പടി അവസാനിച്ചു എന്ന ഇന്ത്യയുടെ അവകാശവാദം നിയമവിരുദ്ധമാണ്. കാരണം IWT നിർത്തിവെച്ചിട്ടില്ല. ഇത് പാകിസ്ഥാനെയും ഇന്ത്യയെയും ബാധിക്കുന്നു. പക്ഷേ വെള്ളം നിർത്തുമെന്ന ഭീഷണി UN ചാർട്ടർ അനുസരിച്ച് നിയമവിരുദ്ധമാണ്. 1960-ലെ ജലവിഭജന കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ബിലാവലിന്റെ പ്രസ്താവന. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത്. ഇതിലെ ജലം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും സംസാരിക്കാൻ വിസമ്മതിക്കുകയും തീവ്രവാദത്തിനെതിരെ ഏകോപനം നടത്താതിരിക്കുകയും ചെയ്താൽ ഇരു രാജ്യങ്ങളിലും ആക്രമണം രൂക്ഷമാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി തീവ്രവാദത്തെ ആയുധമാക്കുകയാണെന്ന് ശ്രീ ഭൂട്ടോ ആരോപിക്കുകയും ചെയ്തു. വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ UK-യിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നടത്തിയ നയതന്ത്ര സന്ദർശനങ്ങളിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മുന്നണിയിൽ പാകിസ്ഥാന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കാൻ ഇന്ത്യ കഠിനമായി ശ്രമിച്ചതായി വ്യക്തമാക്കിയതായി അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. FATF ഗ്രേ ലിസ്റ്റിൽ നിന്ന് വൈറ്റ് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ വിജയകരമായി മാറിയ സമയത്ത് തെറ്റായ വിവരങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ നമ്മളെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ വലിച്ചിടാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. ലോകവേദിയിൽ കാശ്മീർ വിഷയം ഉന്നയിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചുവെന്നും കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിന് അനുകൂലമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിട്ടുണ്ടെന്നും ബിലാവൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിർത്തിവെക്കുക, പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തുക തുടങ്ങിയ അടിയന്തര നടപടികൾക്ക് പുറമെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. ഈ ആക്രമണങ്ങൾ 4 ദിവസത്തെ തീവ്രമായ ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി. മെയ് 10-ന് സൈനിക നടപടികൾ അവസാനിക്കുന്നതിനുള്ള ധാരണയിൽ ഇത് അവസാനിച്ചു. അതേസമയം പാകിസ്ഥാന്റെ ഈ ഭീഷണി ഇന്ത്യയിൽ വിലപ്പോകില്ല. രാജ്യം ഭരിക്കുന്നത് കരുത്തുറ്റ ഒരു നേതാവാണ്. ഇനിയൊരു ഭീകരാക്രമണത്തിനോ ഭാരതീയ ജനതയുടെ ജീവൻ നഷ്ടമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടികളിലേക്കോ ഇന്ത്യ പോകില്ല. രാജ്യത്തിന് ഭീഷണിയായി മാറുന്ന എന്തിനേയും തരണം ചെയ്യാനുള്ള ഉറച്ച തീരുമാനവും സംവിധാനങ്ങളും ഇന്ത്യക്കുണ്ട്. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കയ്യിൽ ഭാരതം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ ജനത. അതിലൊരു മാറ്റവും വരില്ല എന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറോടെ ആയുധപ്പുരയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ. ശത്രു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അതായത് പാകിസ്ഥാന് പേടി സ്വപ്നം, ചൈനീസ് ഭീഷണിയും ഇനി അവസാനിക്കുമെന്നാണ് ഇന്ത്യയുടെ പുതിയ ആയുധം പുറത്തെടുക്കുന്നതിലൂടെ മനസ്സിലാകുന്നത്. ഏത് മഞ്ഞിലും മഴയിലും ലക്ഷ്യം കാണുന്ന ആയുധം അണിയറയിൽ തയ്യാറാക്കുകയാണ് ഇന്ത്യ. ശത്രു രാജ്യങ്ങളുടെ നേരിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശക്തമായ സംവിധാനം ഒരുക്കാൻ ഇന്ത്യൻ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. അതുകൊണ്ട് ഇന്ത്യക്ക് എല്ലാ നിലയ്ക്കും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും ആരോടൊപ്പം ഏത് രൂപത്തിലുള്ള സൗഹൃദവും വാണിജ്യവും വ്യവസായ ബന്ധവും സൂക്ഷിക്കണമെന്നും ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് പാകിസ്ഥാനെ ചൂണ്ടിപ്പിക്കുന്നത്. ഇപ്പോ പാകിസ്ഥാനും തുർക്കിയും ചൈനയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യ അടിയറവ് പറയുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നതെങ്കിൽ തെറ്റിപ്പോയി. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കണ്ടില്ലേ, ഇറാൻ ഇന്ത്യക്കെതിരെ പണിയാൻ ഉദ്ദേശിച്ചപ്പോൾ ഓടുന്ന ഇറാന് ഒരു മുഴം മുമ്പേ എറിയാൻ ഇന്നത്തെ സ്വതന്ത്ര ഭാരതത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ ചൂണ്ടുവിരലിൽ നിർത്താനും ഇന്ത്യക്ക് അധിക സമയം വേണ്ടിവരില്ല. നന്ദി.